കാത്തിരുന്ന് ആ ദിവസമെത്തി തിരുവോണം. 3 വർഷത്തിന് ശേഷമാണ് നാട്ടിലെ തിരുവോണം ആഘോഷിക്കുന്നത്. രാവിലെ തന്നെ കുളിച്ച് സുന്ദരിമണികളായിട്ട് ഞങ്ങളിതാ കിട്ടിയ സെറ്റ് മുണ്ടും ബ്ലൗസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഓണത്തിന് ഓണക്കോടി എടുക്കുന്ന പതിവൊന്നും ചെറുപ്പം മുതൽ തന്നെ ഇല്ല കേട്ടോ. നമുക്ക് എപ്പോഴാണോ ഡ്രസ്സ് വേണമെന്ന് തോന്നുന്നത് അപ്പോൾ പോയിട്ട് ഡ്രസ്സ് എടുക്കുക എന്നുള്ളൊരു പതിവാണ് ചെറുപ്പം മുതലേ നമ്മുടെ വീട്ടിലുള്ളത്. നമ്മളിതാ ഓണത്തിന് എല്ലാവരും കൂടെ സംസാരവും സൊറവറയിലും ഒക്കെ കഴിഞ്ഞ് പുറത്തുള്ള കസിൻസിനെയൊക്കെ വിളിച്ചൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലെ സെലിബ്രിറ്റി മന്ദം മിന്ദം നടന്നു വരുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ സിനിമാ നടി. അപ്പോൾ ദേ ഭാബി വന്ന ഉടനെ ഭാബിയുടെ കൂടെ ചെറുതായിട്ടൊരു സെൽഫിയൊക്കെ എടുത്ത് എൻ്റെ ഷോർട്സിനിടാനുള്ള ചെറിയൊരു ബിറ്റ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തിയതാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ പൊന്നാങ്ങളതാ പിള്ളേരുമായിട്ട് കച്ചറടി തുടങ്ങിയിട്ടുണ്ട്. പുള്ളി പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാട്ടോ. ചെറുപ്പം മുതലേ ഇതേ ശീലമാണ്, ഒരു മാറ്റവും ഇല്ല. ഓണത്തിൻ്റെ ഒരു ഭാഗമാണ് ഓണത്തല്ല് എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളിതൊന്നും അത്ര കാര്യമാക്കിയിട്ട് എടുക്കാറില്ല. അങ്ങനെ ഓണത്തല്ലും കച്ചറകളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ മിറർ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുത്തു കേട്ടോ. അടുത്ത വെക്കേഷൻ വരെയും ഞാൻ സ്വരൂപിച്ച് വെക്കുന്ന എൻ്റെ ഗോൾഡൻ മെമ്മറീസ് ആണ് കേട്ടോ ഇതൊക്കെ. ഇനി അടുത്ത പ്രാവശ്യം വെക്കേഷന് വരെയും ഇതൊക്കെ തന്നെയായിരിക്കും എൻ്റെ സമ്പാദ്യങ്ങളും. പിന്നെ കുറച്ച് നേരം എൻ്റെ മരുമക്കളുടെ കൂടെ, അതായത് ചേട്ടന്മാരുടെ മക്കളാണ് കേട്ടോ, അവരുടെ കൂടെ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് കുറേ പേര് ഫോട്ടോസും വീഡിയോസിനും ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മമ്മി ഇതാ ഭയങ്കരമായിട്ടുള്ള പണിയിലാണ്. പുള്ളിക്കാരി ഇതാ പപ്പടമൊക്കെ കാച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മമ്മിയാണ് ഇന്നത്തെ മാസ്റ്റർ ഷെഫ്. ഇത് മുഴുവനും ഉണ്ടാക്കിയിട്ടുള്ളത് മമ്മിയാണ്. പക്ഷേ ബാബുമാരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദേ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കാർന്നൂരിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവനൊരു ലെഫ്റ്റ് ഹാൻഡറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാണ്ട് അവനെ നിരുത്സാഹപ്പെടുത്താറില്ല. ചില സമയത്ത് അവൻ എഴുതുന്നതും കഴിക്കുന്നതും ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആരും വേണ്ടാന്ന് പറയാറില്ല. അങ്ങനെ ഇതാ സെക്കൻഡ് റൗണ്ട് ആയപ്പോഴത്തേക്കും ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള അവിയലാണ് കേട്ടോ വിളമ്പുന്നത്. അങ്ങനെ ഞാനൊരു സിനിമാ നടിയെ കൊണ്ട് ഭക്ഷണം വിളമ്പിച്ചു. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. കുറേ നാളിന് ശേഷം നമ്മൾ തറവാട്ടിൽ നിന്ന് ഒരു ഫുൾ കോഴ്സ് മീലൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് കേട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ ചോറുണ്ടു. ആദ്യത്തെ പായസമായിട്ടുള്ള പാലട വന്നു, പിന്നെ പരിപ്പ് വന്നു, അതിനുശേഷം സേമിയ വന്നു. ഈ സേമിയ പായസത്തിനൊരു പ്രത്യേകതയുണ്ട്, ശർക്കരയും തേങ്ങാപ്പാലും കൂടിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പൊതുവെ പഞ്ചസാരയും പാലും ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ മമ്മിയുടെ പരീക്ഷണമാണ്, സംഭവം കിഡുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ ഓണവിശേഷങ്ങൾ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻസിൽ പറയണേ.